Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chacko, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Meaning and Definition of Memorandum of Association of a Company from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. Let us discuss the meaning of Memorandum of Association. Memorandum of Association or MOA is the supreme public document which contains all those information that are required for the company at the time of incorporation. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അഥവാ MOAയുടെ മീനിങ്ങിനെ കുറിച്ചാണ്. എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ അർത്ഥം, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ്റെ സമയത്ത്, ഇൻകോർപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യുന്ന ആ പ്രക്രിയയ്ക്കാണ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം വിവരങ്ങൾ ആവശ്യമുണ്ട്, പ്രധാനപ്പെട്ട എന്തെല്ലാം വിവരങ്ങളാണോ ആവശ്യമുള്ളത്, ആ വിവരങ്ങളെല്ലാം അടങ്ങിയ പരമപ്രധാനമായിട്ടുള്ള ഒരു രേഖയാണ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അഥവാ MOA എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി സെഡ് ദാറ്റ് എ കമ്പനി കനോട്ട് ബി ഇൻകോർപ്പറേറ്റഡ് വിത്തൗട്ട് മെമ്മോറാണ്ടം. At the time of registration of the company, it needs to be registered with the ROC or Registrar of Companies. Memorandum of Association ഇല്ലാതെ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കമ്പനിയുടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ROC എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒരു രേഖയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഈ ഡോക്യുമെൻ്റ് ഇല്ലാതെ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കമ്പനിയുടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അഥവാ MOA എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുമ്പാകെ സമർപ്പിച്ച് അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. It contains the objects, powers and scope of the company beyond which a company is not allowed to work. That is, it limits the range of activities of the company. അപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അഥവാ MOAക്കകത്ത് കമ്പനിയുടെ ഓബ്ജക്ട്സിനെ കുറിച്ച്, പവേഴ്സിനെ കുറിച്ച്, സ്കോപ്പിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടാകും. അതായത് കമ്പനിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചും കമ്പനിയുടെ സാധ്യതകളെക്കുറിച്ചും ഒക്കെ അതിനകത്ത് പറഞ്ഞിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾക്ക് പുറമേ അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ടൊരു കമ്പനിക്ക് ഒരിക്കലും പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ബിയോണ്ട് വിച്ച് എ കമ്പനി ഈസ് നോട്ട് അലൗഡ് ടു വർക്ക്. അതായത് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഈ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ, അധികാരങ്ങൾ അല്ലെങ്കിൽ കമ്പനിയുടെ ഭാവി സാധ്യതകൾ, ഇതിനപ്പുറത്തേക്ക് കമ്പനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വേണം കമ്പനി പ്രവർത്തിക്കാൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കമ്പനിയുടെ ആക്ടിവിറ്റീസിനെ, പ്രവർത്തനങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ റേഞ്ച്, പരിധി എവിടം വരെയാണ്, ഒരു കമ്പനിക്ക് ഒരു പരിധിയുണ്ട് പ്രവർത്തിക്കുന്നത്, ആ പരിധി നിശ്ചയിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അഥവാ MOA എന്ന് പറയുന്നത്. Any person who deals with a company like shareholders, creditors, investors, etc. is presumed to have read the company. That is, they must know the company's objects and its area of operations. The memorandum is also known as the charter of the company. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് കമ്പനിയായിട്ട് ഇടപെടുന്ന ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ആകാം, ക്രെഡിറ്റേഴ്സ് ആകാം, ഇൻവെസ്റ്റേഴ്സ് ആകാം, ഇത്തരത്തിലുള്ള ഏത് തരം വ്യക്തികളും ഈ കമ്പനിയെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അതാണ് പ്രിസ്യൂം ടു ഹാവ് റെഡ് ദ കമ്പനി എന്ന് പറയുന്നത്. ഈ കമ്പനിയെക്കുറിച്ച് എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം. അതായത് കമ്പനിയുടെ ഓബ്ജക്ട്സ്, ലക്ഷ്യങ്ങൾ എന്താണ്, അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻസ്, ഏതൊക്കെ മേഖലകളിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം ഒരു വ്യക്തി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെല്ലാം അറിയാനായിട്ട് ആ വ്യക്തികളെ സഹായിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് കൂടിയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ കമ്പനിയുടെ ചാർട്ടർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ ചാർട്ടർ. ചാർട്ടർ എന്ന് വെച്ചാൽ ഈ കമ്പനീസ് ആക്ട് നിലവിലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു കമ്പനിക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പരമാധികാര സഭ അല്ലെങ്കിൽ പരമാധികാരം പേറുന്ന ഏതെങ്കിലും ഒരു പരമാധികാരി നൽകുന്ന ഒരു ഗ്രാൻഡാണ്, റിട്ടൺ ഗ്രാൻഡാണ്. റിട്ടൺ ഗ്രാൻഡ് എന്ന് വെച്ചാൽ എഴുതി നൽകുന്ന ഒരു പത്രികയാണ് ചാർട്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങാനോ അല്ലെങ്കിൽ ആ രാജ്യത്തെ പരമാധികാര സഭ
ലെജിസ്ലേറ്റീവ് നിയമനിർമ്മാണ സഭ നൽകുന്ന ഒരു പത്രിക, എഴുതി നൽകുന്ന ഒരു പത്രിക, അനുവാദം നൽകിക്കൊണ്ട് കൊടുക്കുന്ന ഒരു പത്രികയ്ക്കാണ് ചാർട്ടർ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു രാജ്യത്തെ രാജാവാൻ, രാജ്ഞിയാകാം, അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് ആകാം. ഇവർ നൽകുന്ന ഒരു പത്രികയ്ക്കാണ് ഈ ചാർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ നമുക്ക് വേണമെങ്കിൽ അത്തരത്തിൽ കമ്പനിയുടെ ചാർട്ടർ എന്ന് വേണമെങ്കിലും വിളിക്കാനായിട്ട് സാധിക്കും. Now let us see the definition of Memorandum of Association. According to Lord Keynes, the Memorandum of Association of a company is the charter and defines the limitation of the power of the company established under the Act. Memorandum of Associationന്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ ലോർഡ് കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അഥവാ MOA എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിൻ്റെ ചാർട്ടറാണ്. മാത്രമല്ല കമ്പനിയുടെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്ന ഒരു സുപ്രധാന രേഖയാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് ആണ് ലോർഡ് കെയ്ൻസ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Thus, a memorandum of association is a document which sets out the constitution of the company. It clearly displays the company's relationship with the outside world. It also defines the scope of its activities. അപ്പോൾ ലോർഡ് കെയ്ൻസിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഭരണഘടന. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിൻ്റെ ഭരണഘടനയാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് കമ്പനിക്ക് പുറംലോകവുമായിട്ടുള്ള എന്തെല്ലാം തരത്തിൽ വിനിമയത്തിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിൽ ബിസിനസ്സിൽ ഏർപ്പെടാം എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകാം. ഏതെല്ലാം തരത്തിൽ കമ്പനിക്ക് പുറംലോകവുമായിട്ട് ബന്ധപ്പെടാം എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും. അതേപോലെ തന്നെ കമ്പനിയുടെ സ്കോപ്പിനെ കുറിച്ച്, ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, ഇമ്പോർട്ടൻസിനെ കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കും. MOA or Memorandum of Association enables the shareholders, creditors and people who have dealing with the company in one form or another to know the range of activities. കമ്പനിയുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ്, ഓഹരി ഉടമകളായാലും ക്രെഡിറ്റേഴ്സ്, കമ്പനിക്ക് പണം നൽകുന്നവരായാലും മറ്റ് വ്യക്തികളായാലും ഇവർക്കെല്ലാം കമ്പനിയുടെ റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ്, എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കമ്പനിയിൽ നടക്കുന്നത്, അതിൻ്റെ പരിധികൾ എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് MOA അഥവാ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ആസ് പെർ സെക്ഷൻ 256 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, മെമ്മോറാണ്ടം മീൻസ് the memorandum of association of a company as originally framed or as altered from time to time in pursuance of any previous company law or of this act. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 56 പറയുന്നത് പ്രകാരം മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ഒരു കമ്പനി ആദ്യം യഥാർത്ഥത്തിൽ ഫ്രെയിം ചെയ്യുന്ന, തയ്യാറാക്കുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന അല്ലെങ്കിൽ ഓൾട്ടറേഷൻസ് വരുത്തിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിനാണ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. അത് ഒന്നുകിൽ പ്രീവിയസ് കമ്പനി ലോ എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് 2013 മുമ്പുള്ള കമ്പനി ലോ, അതായത് കമ്പനീസ് ആക്ട് 1956. അപ്പോൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഏതെങ്കിലും നിയമം അനുസരിച്ച് തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്റ് മെമ്മോറാണ്ടത്തെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ ഈ കമ്പനീസ് ആക്ട് 2013 പ്രകാരം തയ്യാറാക്കിയ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഈ രണ്ട് തരത്തിലുള്ള ഡോക്യുമെൻ്റ് ആയാലും, പ്രീവിയസ് കമ്പനി ലോ പ്രകാരം തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തെ ആയാലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആക്ട് കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് തയ്യാറാക്കിയ മെമ്മോറാണ്ടം ആയാലും, ഇത് രണ്ടിനെയും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നാണ് പറയുന്നത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്. നമ്പർ 1, വാട്ട് ഡു യു മീൻ ബൈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? Number 2, define Memorandum of Association. I hope all of you understood the topic, meaning and definition of Memorandum of Association quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.